നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഒരുപാട് ഫയലുകളുണ്ട്. പലപ്പോഴും നമ്മൾ നമ്മുടെ ഗാലറിയിൽ കാണുന്ന ഫയൽ മാത്രമേ കാണുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഫയൽ മാനേജറിൽ കാണുന്ന ഫയൽ മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മളറിയാത്ത ഒരുപാട് ഫയലുകൾ കിടക്കുന്നുണ്ട്. നമുക്കറിയാം, പല ആളുകളും പറയാറുണ്ട് മൊബൈൽ ഫോണിലെ ഫോട്ടോ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് മെമ്മറി ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഒളിഞ്ഞിരിക്കുന്ന എല്ലാ ഫയലുകളും നമുക്ക് എങ്ങനെ പുറത്ത് ചാടിക്കാം എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കത് സാധിക്കും. അതായത് നമ്മുടെ മൊബൈൽ ഫോണിൽ ആവശ്യമില്ലാത്ത ഒരുപാട് ഫയലുകളുണ്ട്, അതൊക്കെ നമുക്ക് പുറത്ത് ചാടിക്കാം. മാത്രമല്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സമയത്ത് അറിയാതെ ഡിലീറ്റായി പോയ ഫോട്ടോ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. ഒന്നാമതായി നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിൽ 2 ഓപ്ഷൻ കാണാം. ഒന്ന് ഫോട്ടോസും മറ്റൊന്ന് ആൽബവും എന്നുള്ളത്. ഇവിടെ ആൽബം എന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ഡിലീറ്റഡ് ഐറ്റംസ് എന്നുള്ള ഒരു ഭാഗം കാണാൻ സാധിക്കും. അല്ലെങ്കിൽ എൻ്റെ ഫോണിൽ സിമിലർ ഫോട്ടോസ് എന്ന ഭാഗമാണ് കാണിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ചിലരുടെ ഫോണിൽ ക്ലിയർ ത്രാഷ്ഡ് ഫയൽ എന്ന് കാണാൻ സാധിക്കും. ചില മൊബൈൽ ഫോണിന് മുകളിലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആയിരിക്കും ഈ ഭാഗം കാണാൻ സാധിക്കുക. ഇവിടെ റീസെൻ്റ്ലി ഡിലീറ്റഡ് ഐറ്റംസ് എന്ന് നമുക്ക് താഴെ കാണാം. ഇതിൽ എൻ്റെ റീസെൻ്റ്ലി ഡിലീറ്റഡ് ഐറ്റംസിൽ 156 ഫയലുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഗാലറിയിൽ തിരഞ്ഞാൽ കാണില്ല. ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫയലാണ്. എന്നാൽ മൊബൈൽ ഫോണിൽ നിന്ന് ഡിലീറ്റായി പോയിട്ടില്ല. ഇത് നമുക്ക് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. മാത്രമല്ല, നിങ്ങൾ ഏതെങ്കിലും ഫോട്ടോ വീഡിയോ അറിയാതെ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടുവല്ലോ എന്ന് കരുതി ആശങ്കപ്പെടുന്നവർക്ക് നിങ്ങൾ ഡിലീറ്റഡ് ഐറ്റംസിൽ വന്നാൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത ഫയൽ കാണും. ആവശ്യമുള്ള ഫയൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ കാണുന്ന ഭാഗത്ത് റീസ്റ്റോർ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഫോട്ടോ നമ്മുടെ ഗാലറിയിലേക്ക് തന്നെ തിരിച്ചു പോകും. ഇതാണ് നമ്മൾ ഒന്നാമതായിട്ട് ചെക്ക് ചെയ്യുന്നത്. നമ്മുടെ മൊബൈൽ ഫോണിൽ ഒളിഞ്ഞിരിക്കുന്ന ഫയലുകൾ 30 ദിവസം വരെ ഇവിടെ കാണാൻ സാധിക്കും. ഓരോ ഫോട്ടോ വീഡിയോയ്ക്കകത്തും സമയവും കാണാൻ സാധിക്കും. രണ്ടാമതായി നമ്മൾ പരിശോധിക്കുന്നത് നമ്മുടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് റൈറ്റ് സൈഡിൽ ഒരു 3 ലൈൻ കാണും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ കാണാം ഷോ ഹിഡൻ ഫയൽസ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഒളിഞ്ഞിരിക്കുന്ന ഫയലുകൾ പുറത്തു ചാടിക്കാനുള്ള ഒരു ഫീച്ചറാണ്. അത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ മൂന്നാമത് കാണുന്ന ഫയൽ മാനേജറിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിൽ നമ്മൾ DCM എന്ന് സെലക്ട് ചെയ്യുക. DCM എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കിവിടെ ഒരു തമ്പനെയിൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ തമ്പനെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുൻപ് ഡിലീറ്റ് ചെയ്തു പോയ എല്ലാ ഫയലുകളും ഫോട്ടോകളും ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങളുടെ ഇത് ഓപ്പണായി വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് പോവുക. ബാക്കിലേക്ക് പോയിട്ട് വീണ്ടും ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. ഫയൽ മാനേജർ ഓപ്പൺ ചെയ്താൽ പിക്ചർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ഫോൾഡർ കാണാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം തമ്പനെയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഫയൽ മാനേജർ ഇങ്ങനത്തെ ഫോർമാറ്റിലാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഡിലീറ്റായി പോയ എല്ലാ ഫയലുകളും കാണാൻ സാധിക്കും. എന്നാൽ എൻ്റെ ഫയൽ മാനേജർ ഈ ഫോർമാറ്റിലല്ല. ഞാൻ ഉപയോഗിക്കുന്നത് വിവോ ഫോണായതുകൊണ്ട് എൻ്റെ ഫയൽ മാനേജർ വേറൊരു ടൈപ്പാണ്. അതുകൊണ്ട് ഞാനിവിടെ എൻ്റെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുന്നു. അതിൽ ഞാൻ ഫോൺ സ്റ്റോറേജിലേക്ക് പോകുന്നു. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം DCM എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ഞാൻ എൻ്റെ തമ്പനെയിലിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുമ്പോൾ എൻ്റെ DCM എന്ന ഫയലിലൊന്നും കാണാൻ സാധിക്കും. അതിൽ ഞാൻ വീണ്ടും പിക്ചർ എന്നുള്ള ഓപ്ഷനിലേക്ക് പോകുന്നു. പിക്ചർ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ തമ്പനെയിൽ എന്നുള്ള ഫോൾഡർ. നമ്മൾ നേരത്തെ ഡിലീറ്റ് ചെയ്ത, നമ്മൾ ആവശ്യമില്ലാതെ നമ്മൾ ക്ലീൻ ചെയ്ത് കളഞ്ഞ എല്ലാ ഫയലുകളും നമുക്കിവിടെ കാണാം. നിങ്ങൾ ചിലപ്പോൾ അറിയാതെ ഡിലീറ്റ് ചെയ്ത് പോയ ഫയലുകളൊക്കെ ഇവിടെ ഉണ്ടാകും. ആവശ്യമുള്ള ഏതെങ്കിലും വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ആ ഫയൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതുമേ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റീസ്റ്റോർ എന്നുള്ള ഓപ്ഷൻ കാണാൻ നിങ്ങൾക്ക് സാധിക്കും. എൻ്റെ ഫോണിൽ ഞാനിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം മൂവ് ഇൻ ടു ദ ഫയൽ ഇൻ ടു ദ സേഫ് ആണ്. ചിലരുടെ മൊബൈലിൽ അങ്ങനെയും ആകാം. അങ്ങനെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫയൽ ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ വീണ്ടെടുക്കാം. അല്ല, നിങ്ങൾക്ക് ഇത് ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ ഫുള്ളായിട്ട് നമുക്കിവിടെ ഡിലീറ്റ് ചെയ്ത് കളയാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.